അച്ഛാ മഴ പെയ്യുന്നുണ്ടോ നോക്കിയേ. ആ ഓക്കെ അച്ഛാ. ആ മഴയൊന്നും പെയ്യുന്നില്ല. മഴയൊന്നും പെയ്യുന്നില്ല അച്ഛാ. നന്ദിനി, സമയായി, വാ നമുക്ക് പോകാം. ഒന്ന് നിക്കച്ഛ, ഞാനിപ്പോ വരാം. അവൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സാർ, ഇത് ഒട്ടും ശരിയല്ല സാർ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എന്തായി? എന്താ സാർ ഇത്? ഒരു പ്രാന്തിയോടൊപ്പം എന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ധൈര്യമുള്ളവനാണെന്ന് പറഞ്ഞു. സാർ, ഞാൻ ധൈര്യശൈലാണ്, പക്ഷെ എന്റെ നാട്ടിലാ. ഇവിടെ അല്ല സാർ. അവളോട് പോയി കാണിക്കാൻ പറ്റില്ലല്ലോ. പ്ലീസ് സാർ. എല്ലാം എന്നെ വേണം പറയാൻ. അറിയാതെ വന്ന് കുടുങ്ങിപ്പോയി. എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഒരു പക്ഷേ ഇവൾക്ക് ഭ്രാന്ത് ശരിയായോ? എന്താണെന്ന് അറിയില്ലല്ലോ. എന്തൊരു പൊട്ടം കളിയോ അത്. സിസ്റ്റർ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഇവിടെ നിന്നുകൊണ്ട് എന്താ ആലോചിക്കുന്നേ? വെറുതെ സാർ, നമുക്ക് പോകാം. സിസ്റ്റർ, ഏറ്റവും ഇത് പീസാണോ അല്ലെങ്കിൽ ലൂസാണോ? ചിന്നി, ചിന്നി, ചിന്നി എന്തിനാ വിളിക്കുന്നേ? നിങ്ങളാരാ? എടാ, ചേച്ചി ചോദിക്കുന്നതന്നെ ഉത്തരം പറഞ്ഞു. നിങ്ങളാരാ? അല്ലെങ്കിൽ അടിച്ചു മൂക്ക് പരത്തി കളഞ്ഞു. എന്ത് പറ്റി? നിങ്ങൾ ആരാണ്? നന്ദിനി, എന്റെ ദൈവമേ. ഇവിടെ വന്നിരിക്കേ. ചേച്ചി വരുന്നേ, ഇരിക്കേ. ചേച്ചി വരുന്നേ, ഇരിക്കുന്നേ. എന്താ വേണ്ട സാർ? കോഫി. ഓക്കെ സാർ. താങ്ക് യു. ഇത് കാപ്പിയോ അല്ലെങ്കിൽ ചുടുവെള്ളോ? എന്തൊരു വൃത്തികേടാത്. ഈ ഭ്രാന്തി അവിടെ എന്താണ് നോക്കുന്നത്? നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലേ? എന്തൊക്കെയാത്? ഇവിടെ എന്താ നടക്കുന്നത്? സാറേ, നിങ്ങളെയും കുമ്പിട്ടേക്കാം, നിങ്ങളുടെ മോളെയും ഞാൻ കുമ്പിട്ടേക്കാം. നിങ്ങളും വേണ്ട, നിങ്ങളുടെ ലിഫ്റ്റ് വേണ്ട. ഞാൻ എന്തെങ്കിലും വണ്ടി പിടിച്ച് കരത്തേക്ക് പോയിക്കോളാം. ആളെ വിട്ടേക്ക്.
നന്ദിനി എന്ത് പറ്റി മോളെ? അച്ഛ എനിക്ക് അവനെ കൊല്ലണം. അവൻ ഇനി ജീവനോടെയാണുള്ള അച്ഛ. നന്ദിനി എല്ലാം ശരിയാവും മോളെ. വാ വാ. അവനെ കൊല്ലണം അച്ഛ. വരൂ. ആരാ നിങ്ങള്? ഈ നട്ടപ്പാതിരക്ക് നിങ്ങൾ എന്തിനാ വന്നത്? ബ്യൂട്ടിഫുൾ ലടുക്കി, അച്ഛൻ ലടുക്കി. ആ രാജേഷേ സുഖമാണോ? ആ സുഖമായിരിക്കുന്നു. ഒരു പ്രാവശ്യം എന്റെ മോളെ എന്നെ കാണിക്കാൻ കൊണ്ടുവന്നതാ. സുഖമാണോ മോളെ? നമസ്കാരം അങ്കിൾ. സുഖാണ്. ശരി, നീ മോളിൽ പോയി റെസ്റ്റ് എടുത്തു മോളെ. ഓക്കെ അങ്കിൾ. മുറിയൊന്ന് കാണിച്ചു കൊടുത്തേ. നിങ്ങൾ വാ മേഡം. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാ? ഒന്നുമില്ലടാ, എന്റെ പ്രശ്നങ്ങളൊക്കെ എന്റെ മോളെ കുറിച്ചാടാ. അല്ല, നിങ്ങൾ ഏത് നാട്ടിലാ? ഈ സൈഡിലേക്ക് വാ. അല്ല, നിങ്ങളുടെ പേരെന്താ? വായ തുറന്ന് സംസാരിച്ച നിങ്ങളുടെ മുത്തുപൊഴിയോ? ഈ ഭാഗത്തേക്ക് വാ. ഒരു കാര്യം, നിങ്ങളുടെ റൂം മേലെയാ. എനിക്കറിയാം. ഇതൊരു സൈക്കോനെ പോലെ ഉണ്ടല്ലോ. എന്താണെങ്കിലും നമ്മൾ കൂളാക്കി കളയും. ഓ മൈ ഗോഡ്. ഒരു കള്ളൻ അവന്റെ സഹോദരിയെ അമേരിക്കയിൽ അയക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ സാധനങ്ങൾ, പെൻസിൽ, പേന, ഇതുപോലുള്ള സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടേയിരുന്നു. വളരെ ബുദ്ധിമുട്ടി സഹോദരിയെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാതെ അവസാനം ഒരു വീട്ടിൽ മോഷണം നടത്താമെന്ന് കരുതി ആ വീട്ടിലേക്ക് പോയി. ആ വീടിന്റെ പരിസരം വീക്ഷിച്ചുകൊണ്ട് പതിയെ അകത്തേക്ക് പോയി. വലിയ വീടാണെന്ന് ഇഷ്ടം പോലെ മോഷ്ടിക്കാം. ആരെങ്കിലും അവിടെ ഉണ്ടോന്ന് ചുറ്റിലും നോക്കിയിട്ട് വീടിനകത്തേക്ക് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നു. പൂച്ചയെപ്പോലെ പതിയെ പതിയെ അവൻ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അടുത്തെല്ലാം നോക്കിയിട്ട് പതിയെ അകത്തേക്ക് കയറാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ ഭാഗ്യത്തിന് ഡോർ തുറന്നിരുന്നതുകൊണ്ട് പതിയെ അകത്ത് കയറിയിട്ട് ഡോർ ലോക്ക് ചെയ്തു. പതിയെ പമ്മി നടന്നിട്ട് എന്തെങ്കിലും കിട്ടുമോന്ന് അവൻ തെരഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ട് അവൻ പതിയെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. മുകളിലെത്തിയതും ചുറ്റുമെല്ലാം നോക്കിയിട്ട് അവസാനം അടിപൊളി ഫിഗറാണല്ലോ. മാഡം, വാട്ടർ വാട്ടർ. കള്ള റാസ്കൽ! എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഇവിടെ വരാൻ? നിന്നെയൊന്നും വെറുതെ വിടാൻ പാടില്ല. മോഷ്ടിക്കാൻ വന്നിരിക്കുന്നു നായേ. നിന്നെ ഞാൻ ശരിയാക്കി തരാം. നോക്കിക്കോ. ഇവിടെ വന്നിട്ട് ഈസിയായി മോഷ്ടിക്കാമെന്ന് കരുതിയോ നീ? നിന്നെ ശരിയാക്കി തരാടാ ഞാൻ. കൊല്ലും ഞാൻ നിന്നെ. ഇപ്പൊ തന്നെ കൊല്ലും ഞാൻ. നീയൊന്നും ജീവനോടിരിക്കാൻ പാടില്ല. വെറുതെ വിടില്ല ഞാൻ. എനിക്ക് ഇവനെ കൊല്ലണം. വെറുതെ വിടരുത്. സമാധാനിക്കും മോളെ. സമാധാനിക്കേ. രാജേഷേ, നീ പറഞ്ഞ പോലെ അവക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. നാളെ തൊട്ട് അവക്ക് വൈദ്യം തുടങ്ങാം. ഇന്ന് വൈകിപ്പോയി നാളെ നോക്കാം. കേട്ടോടോ? ആയിക്കോട്ടെടാ. അവനെ കൊല്ലണം. അവൻ എനിക്ക് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. അവനെ വെറുതെ വിടാൻ പാടില്ല. അവനെ കൊല്ലണം. അവൻ എനിക്ക് ചെയ്ത ദ്രോഹത്തിന് അവന് വെറുതെ വിടാൻ പാടില്ല. കൊല്ലണം അവനെ. അവനെ കൊല്ലണം എനിക്ക്.
ഇതാരേത്? നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലും. എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഞാൻ കൊല്ലും. ഐ, വിട്. നിന്നെ കൊല്ലണം എന്താ ഇത്? എനിക്ക്. നിന്നെ ഞാൻ വെറുതെ വേണ്ട വിടില്ല. മോളെ പറയണ കേക്ക്. എനിക്ക് കൊല്ലണം. നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. പറഞ്ഞ മോളെ ഇങ്ങോട്ട് വന്നേ. എന്താണാ പറഞ്ഞേ? കൊല്ലണം. ഐ, നിന്നെ കൊല്ലണം എനിക്ക്. എന്താ മോളെ? പറയണ കേക്ക്. ഐ, എന്താ ചെയ്യുന്നേ? എനിക്ക് ഇവനെ കൊല്ലണം. ഇങ്ങോട്ട് വാ. വാ. ഞാൻ പറയട്ടെ. വാ, വാ, മോള് വാ. ഇവനെ വെറുതെ വിടാൻ പാടില്ല. പറയാൻ നീ ആരാ പറഞ്ഞേ? എന്റെ കൈ വിട്. എനിക്ക് കൊല്ലണം. ഇത്. കൊല്ലണം. മിണ്ടാതിരിക്ക്. എന്നെ വിട്. വാ, വാ, വാ. ഇവനെ വെറുതെ വിടില്ല ഞാൻ. നീ വാ, ഞാൻ എന്റെ കൈ വിട്. എനിക്ക് കൊല്ലണം. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവൾ ആദ്യം ഉള്ളിൽ അടക്കണം. ഇതാണ്ടാ എന്റെ പ്രശ്നം. എന്റെ മോള് ശരിക്കും കഷ്ടപ്പെടുന്നുണ്ടോ? നന്ദിനി ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ തോന്നുന്നേ. അവളുടെ നില വളരെ മോശമാണ്. എനിക്ക് മനസ്സിലാവുന്ന വിധത്തിലൊന്ന് പറയേ. നന്ദിനി പഠിക്കുന്ന ബുക്കുകളൊക്കെ അവൾ ആ കഥാപാത്രത്തിലേക്ക് അലിഞ്ഞു പോകുന്നു. അത്യാവശ്യ കാര്യം എന്തെന്ന് വെച്ചാ ആ കഥയ്ക്കുള്ളിലുള്ള കഥാപാത്രങ്ങൾ അവളുടെ അകത്തിലേക്ക് കയറി പോകുന്നു. അല്ല, നിന്നെ കൊല്ലാൻ എന്തിനാ അവൾ ശ്രമിച്ചത്? അയ്യോ, കൊല്ലല്ലേ. ഐ, എന്താ ഇത്? മാഡം ഇതാ കുറച്ച് വെള്ളം കുടിക്കേ. ഇതിന്റെ അകത്ത് വേറെന്തോ സംഭവം ഉണ്ടെന്നാ തോന്നുന്നേ. അല്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക?